നമസ്കാരം, കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് റെനോ കൈഗറിന്റെ 2025 പതിപ്പാണ്. ഞാനിപ്പോൾ ഉള്ളത് ഐക്യാറ്റ് ട്രാക്കിലാണ്. അത് ഐക്യാറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓട്ടോമോട്ടീവ് ടെക്നോളജി. അതിൽ ഡൽഹിയിൽ നമ്മൾ ഈ ഒരു വാഹനവുമായി എത്തിയിരിക്കുകയാണ്. ടെസ്റ്റ് ഡ്രൈവിനായിട്ട് തന്നിരിക്കുന്നത് 1 ലിറ്റർ ടർബോ പെട്രോളിലുള്ള വാഹനമാണ്. ഇതിൻ്റെ ഒരു പവർ 100 PS-ഉം ടോർക്ക് 160 ന്യൂട്ടൺ മീറ്ററുമാണ്. അപ്പോൾ ഈ വാഹനത്തിൽ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനിലുള്ള വാഹനത്തിന്റെ ഡ്രൈവിംഗ് കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ, കൂടുതൽ സ്പോർട്ടിയാക്കാൻ വേണ്ടി വാഹന നിർമ്മാതാക്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഐക്യാറ്റിലൂടെ ഒരു ട്രാക്ക് എക്സ്പീരിയൻസ് ആണ് തന്നിരിക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത ഡ്രൈവിംഗ് അനുഭവമാണ് ഇത്. അപ്പം വാഹനത്തിന്റെ എക്സ്റ്റീരിയർ മാറി, ഇന്റീരിയർ മാറി, സേഫ്റ്റി ഫീച്ചേഴ്സ് കൊണ്ടുവന്നു, ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കിഡിലൻ ലുക്കിലാണ് റെനോ കൈഗർ 2025 എത്തിയിരിക്കുന്നത്. ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനിലുള്ള വാഹനത്തിന്റെ ഇൻട്രൊഡക്ടറി പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയാണ്. സാധാരണ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനിൽ എത്തുന്ന വാഹനത്തിന്റെ വില തുടങ്ങുന്നത് 6,30,000 രൂപയിലാണ്. എന്തായാലും വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്രൈസാണ്. നേരത്തെയുള്ള വാഹനത്തിൽ നിന്നും വലിയ വില വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എന്നാൽ ഫീച്ചേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ഒത്തിരി വന്നിട്ടുണ്ട്. 35-ലധികം അപ്ഡേഷൻസ് ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ് 21 സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ്, അതായത് ഇതിൻ്റെ എല്ലാ വേരിയന്റുകളിലേക്കും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെനോ ഗ്രൂപ്പ് ഒരു ഇന്റർനാഷണൽ ഓട്ടോമോട്ടീവ് ബ്രാൻഡാണ്. ഈ ബ്രാൻഡിന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ലെഗസിയാണ് ബ്രാൻഡിന് പറയാനുള്ളത്. 126 വർഷത്തെ ലെഗസിയാണ് വാഹന ബ്രാൻഡിനുള്ളത്. 128 രാജ്യങ്ങളിലാണ് ഇവരുടെ സാന്നിധ്യം. 3 ബ്രാൻഡിന്റെ കീഴിലാണ് റെനോ ഗ്രൂപ്പ് വാഹനങ്ങൾ നിർമ്മിച്ചു വിൽക്കുന്നത്. പ്രൈവറ്റ് സെഗ്മെന്റിലും കൊമേഴ്ഷ്യൽ സെഗ്മെന്റിലും ഗ്രൂപ്പ് വാഹനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. റെനോ, ഡാസിയ, റെനോ, സാംസങ് മോട്ടോഴ്സ് എന്ന ഇങ്ങനെ 3 ബ്രാൻഡിന്റെ കീഴിലാണ് റെനോ ഗ്രൂപ്പ് വാഹനങ്ങൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്. 126 വർഷത്തെ ലെഗസിയുള്ള ഈ ഒരു വലിയ ബ്രാൻഡ് ഒരു ഫ്രഞ്ച് ബ്രാൻഡാണ്. അപ്പോൾ ഈ ഫ്രഞ്ച് റൂട്ട്സ് ഉള്ള ഒരു ബ്രാൻഡ് എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബ്രാൻഡ് ഇന്ത്യയിലേക്ക് എത്തിയത് 2005-ലാണ്. 2005-ൽ ശരിക്കും അവർ ഇവിടെ എത്തിയത് ഒരു കൊളാബറേഷൻ വഴിയാണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുമായിട്ട് ഒരു കൊളാബറേഷനിലാണ് ഇവിടെ എത്തുന്നത്. ശരിക്കും ഒരു സ്വതന്ത്ര എൻട്രി ഇന്ത്യയിലേക്ക് റെനോ ഇന്ത്യ ഇവിടെ എത്തുന്നത് 2011-ലാണ്. 14 വർഷമായിട്ട് ഈ വാഹന ബ്രാൻഡ് ഇവിടെയുണ്ട്. റെനോ ബ്രാൻഡിന്റെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞാൽ അവരുടെ ഡസ്റ്റർ SUV-യിലൂടെയാണ് ഈ വാഹന ബ്രാൻഡ് എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ശരിക്കും പിന്നീട് സൂപ്പർ ഹിറ്റ് എന്ന ബ്രാൻഡിന്റെ സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് ചർച്ചാ വിഷയമായത് കിഡ് എന്ന് പറയുന്ന കുഞ്ഞൻ ഹാച്ച് ബാക്കിലൂടെയാണ്. ഇപ്പോൾ നിലവിൽ ഇവരുടെ 3 വാഹനങ്ങളാണ് ഇവിടെ വിൽപ്പനയിലുള്ളത്. റെനോ കൈഗർ ഉണ്ട്, കിഡ് ഉണ്ട്, അതുപോലെ തന്നെ റെനോ ട്രൈബർ ഉണ്ട്. അപ്പോൾ റെനോ ട്രൈബറിലൂടെയാണ് റെനോ ഗ്രൂപ്പിന്റെ ലോഗോ മാറി. 2021-ലാണ് ലോഗോ ചേഞ്ച് വന്നത്. അപ്പോൾ ഇന്ത്യയിൽ അവർ ആദ്യമായിട്ട് ഈ ഒരു ലോഗോ ചേഞ്ചോടുകൂടി ഒരു വാഹനം അവതരിപ്പിക്കുന്നത് റെനോ ട്രൈബറിലാണ്. രണ്ടാമതായിട്ട് റെനോ കൈഗറിൽ അവരുടെ പുത്തൻ ലോഗോ വന്നിരിക്കുകയാണ്. അപ്പോൾ മറ്റ് വിൽപ്പനയിലുള്ള 3 വാഹനങ്ങളും ജനങ്ങൾക്ക് ഇഷ്ടമാണ്. കൂടുതലായിട്ടും പ്രാക്ടിക്കലാണ്, അഫോർഡബിൾ ആണ്, റിലയബിൾ ബ്രാൻഡാണ് എന്നുള്ള കാര്യത്തിലാണ് ഈ വാഹന ബ്രാൻഡ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടർബോ പെട്രോൾ എഞ്ചിനിലുള്ള വാഹനം എല്ലാവർക്കും ഇഷ്ടമാണ്. അഫോർഡബിൾ പ്രൈസിൽ ഇത്രയധികം പ്രീമിയം ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ബെസ്റ്റ് ഫ്യൂവൽ എഫിഷ്യൻസിയാണ് അവർ പറയുന്നത്. 2 എഞ്ചിൻ ഓപ്ഷനിലാണ് റെനോ കൈഗർ എത്തുന്നത്. 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളിലും എത്തുന്നു, 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലും എത്തുന്നു. 100 PS പവറും 160 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമുള്ള ടർബോ പെട്രോൾ എഞ്ചിനിലുള്ള വാഹനത്തിലാണ് നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്തത്. ഇത് എനിക്ക് കിട്ടിയത് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനം. ഇതിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണ്. 20.38 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഇതിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി. ഇനി 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളിലുള്ള വാഹനത്തിന്റെ പവർ എന്ന് പറഞ്ഞാൽ 72 PS-ഉം അതിന്റെ ടോർക്ക് 96 ന്യൂട്ടൺ മീറ്ററുമാണ്. അതിന്റെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 19.83 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. പെർഫോമൻസ് കൊണ്ടും ഫ്യൂവൽ എഫിഷ്യൻസി കൊണ്ടും ഒരു എക്സെപ്ഷണൽ വാല്യൂ കൊണ്ടും, അതായത് മികച്ച പ്രൈസിങ്ങിലാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. മികച്ച ലുക്കുള്ള വാഹനങ്ങൾ നൽകിയാണ് അവർ ഈ ഒരു കടുത്ത മത്സരമുള്ള SUV സെഗ്മെന്റിൽ പിടിച്ചു നിൽക്കുന്നതെന്ന് പറയാം. അപ്പം ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെയും റെനോയുടെ 3 വാഹനങ്ങളാണെങ്കിലും നമുക്ക് കൂടുതൽ
പ്രാപ്യമാണ്. അതായത് മധ്യവർഗത്തിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിക്കുന്ന ഒരു വാഹനമാണ് റെനോയുടെ വാഹനങ്ങൾ എന്ന് തീർച്ചയായിട്ടും പറയാം. 2025 കൈഗറിന്റെ ഫേസ് ലിഫ്റ്റ് എത്തിയപ്പോൾ മൊത്തത്തിൽ 7 നിറങ്ങളിലാണ് അവർ വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഉള്ള ഒരു നിറത്തിനൊപ്പമാണ് ഞാനുള്ളത്. ഇത് റേഡിയന്റ് റെഡ് ആണ്. അതേപോലെ തന്നെ വൈറ്റിലും സിൽവറിലും ബ്ലാക്കിലും ബ്ലൂവിലും ഒക്കെ തന്നെ റെനോ കൈഗർ ഉണ്ട്. 2 പുതിയ നിറങ്ങൾ അവർ അവതരിപ്പിച്ചു. ഒന്ന് ഷാഡോ ഗ്രേ എന്ന് പറയുന്ന നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയ ആ ഒരു നിറം, മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഒയാസിസ് യെല്ലോ ആണ്. ഇങ്ങനെ മൊത്തത്തിൽ 7 നിറങ്ങളിലാണ് റെനോ കൈഗർ ഇപ്പോൾ വാഹന പ്രേമികൾക്ക് വേണ്ടിയിട്ട് അണിനിരത്തിയിരിക്കുന്നത്. എന്തായാലും എല്ലാം മികച്ച കളറുകളാണ്. റേഡിയന്റ് റെഡ് ആണെങ്കിലും ഒയാസിസ് യെല്ലോ ആണെങ്കിലും ഷാഡോ ഗ്രേ ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ഗ്രേ എല്ലാം തന്നെ മികച്ച കളറുകൾ എന്ന് പറയാം. 7 നിറങ്ങളാണ് റെനോ കൈഗർ 2025 ഒപ്പം ഉള്ളത്. ഓൾറൗണ്ട് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് പുത്തൻ കൈഗർ വാഹന നിർമ്മാതാക്കൾ അണിനിരത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ വ്യത്യസ്തമായ ക്ലൈമറ്റിക് കണ്ടീഷൻസ് നമുക്കെല്ലാം അറിയാം. കടുത്ത ചൂടുണ്ട്, മഞ്ഞുണ്ട്, മഴയുണ്ട്, എല്ലാം ഉണ്ട്. കുന്നും കുഴിയും റോഡുകളുടെ അവസ്ഥയും ഒക്കെ തന്നെ അറിയാം. അപ്പോൾ ഇവിടെയൊക്കെ തന്നെയും ഫിറ്റ് ആവുന്ന രീതിയിലാണ് ഈ ഒരു ബ്രാൻഡ് അവരുടെ വാഹനം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ക്ലൈമറ്റിക് കണ്ടീഷൻസിനും ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിനും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ശരിക്കും 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നമുക്കൊരിക്കലും വാഹനം അടിതട്ടുമോന്ന് പേടിക്കേണ്ട. ഇത് ശരിക്കും ഒരു ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണ്. അതേപോലെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ മുന്നിലും പിന്നിലുമായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന സ്കിഡ് പ്ലേറ്റ് ആണ്. വാഹനത്തിൻ്റെ സുരക്ഷയ്ക്ക് യാതൊരുവിധ സ്ക്രാച്ചും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരു റസ്റ്റിക് ഫീലിലാണ് മുന്നിലും പിന്നിലുമായിട്ട് ഈ സ്കിഡ് പ്ലേറ്റ് വന്നിരിക്കുന്നത്. പുത്തൻ റെനോ കൈഗറിൻ്റെ മാറ്റങ്ങളിൽ ഒന്ന് ഇതാണ്. ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ DRL-ആണെങ്കിലും ഹെഡ് ലാമ്പ് ആണെങ്കിലും ഫോഗ് ലാമ്പ് ആണെങ്കിലും എല്ലാം തന്നെ LED ആണ്. വളരെ സ്ലീക്കായിട്ടുള്ള ഒരു ഗ്രിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇവരുടെ ലോഗോ രണ്ടാമതായിട്ട് അവതരിപ്പിക്കുന്ന വാഹനം, ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന വാഹനമാണ് റെനോ കൈഗർ. ഈ പുതിയ ലോഗോ വളരെ സ്ലീക്കായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൂഡ് ഡിസൈൻ മാറിയിട്ടുണ്ട്. ശരിക്കും സ്പോർട്ടി ലുക്ക്, ഒരു ബോൾഡ് ലുക്ക് ഒക്കെ പറയുന്ന ഒരു ഫ്രണ്ട് മുഖം അല്ലെങ്കിൽ മുൻഭാഗമാണ് റെനോ കൈഗറിനുള്ളത്. ഇതിൻ്റെ ഹൂഡ് ഡിസൈനിലെ ഈ ഒരു മാറ്റം, ഈ ഒരു കർവി, ഇത് ക്യാരക്ടർ ലൈൻസ് എല്ലാം കൂടി വന്നിട്ട് വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റാൻസ് ആണ് റെനോ കൈഗറിന് നൽകിയിരിക്കുന്നത്. വാഹനത്തിൻ്റെ മുൻഭാഗം സ്പോർട്ടിയാണ്, ബോൾഡാണ് എന്ന് ഞാൻ പറഞ്ഞു. സൈഡ് പ്രൊഫൈലും അത്തരത്തിൽ തന്നെ 16 ഇഞ്ച് അലോയ് വീൽ, ഡ്യുവൽ ടോൺ അലോയ് വീലാണ്, ഡയമണ്ട് കട്ട് അലോയ് വീലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വീലാർച്ച് ആണെങ്കിലും വളരെ ബോൾഡ് ലുക്ക് നൽകുന്നു. ടർബോ എന്ന് പറയുന്ന ബാഡ്ജിങ് പുതുതായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നു. ശരിക്കും ഈ ഡ്യുവൽ കളർ ടോണിലാണ് വാഹനങ്ങളെല്ലാം തന്നെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ORVM ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പർ പോർഷൻ എല്ലാം തന്നെ ബ്ലാക്കിലാണ്. ശരിക്കും റൂഫ് റെയിൽ ഫങ്ഷനാലിറ്റി ഉള്ളതാണ്. 50 കിലോ ഭാരം വരെയും താങ്ങാൻ പറ്റുന്ന റൂഫ് റെയിലാണ് റെനോ കൈഗറിന് നൽകിയിരിക്കുന്നത്. ശരിക്കും പ്രാക്ടിക്കലാണ്, അഫോർഡബിൾ ആണ്, എല്ലാ മനുഷ്യർക്കും വാങ്ങിക്കാവുന്ന വിലയിലാണ് എന്നൊക്കെ ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ബ്ലാക്ക് എലിമെൻറ്റ്സ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ശരിക്കും സ്പോർട്ടി ഫീലിന് വേണ്ടിയിട്ട് ഇവർ സ്പോയിലർ കൊണ്ടുവന്നിട്ടുണ്ട്, ഷാർക്ക് ഫിൻ ആൻറ്റിന വന്നിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ ഹാൻഡിൽസ് എല്ലാം തന്നെ ബ്ലാക്കിലാണ്, അത് തന്നെ നല്ല ഭംഗിയിലാണ്. സി ഷേപ്ഡ് റിയർ ലൈറ്റുകളാണ് വരുന്നത്. അത് LED ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മുന്നിലെ പോലെ തന്നെ പിന്നിലും ഇതിൻ്റെ ഒരു സ്കിഡ് പ്ലേറ്റ് എടുത്തു പറയേണ്ട ഒന്നാണ്. പുതിയ ലോഗോ ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. കൈഗർ എന്ന് പറയുന്ന എഴുത്തിൻ്റെ ഒരു അക്ഷരത്തിലും മാറ്റം വന്നിട്ടുണ്ട്. അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പിൻകാഴ്ചയും വളരെ മനോഹരമായിട്ടുള്ള ഒരിതാണ്. ശരിക്കും ഇത് ഒരു റിഫ്ലക്ടറാണ്, നീണ്ട ഒരു സ്ട്രിപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ രാത്രിയിലൊക്കെ നല്ല ഭംഗിയിൽ ഈ വാഹനത്തെ നമുക്ക് കാണാൻ പറ്റും. മൊത്തത്തിൽ എക്സ്റ്റീരിയർ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. 4 മീറ്ററിന് തൊട്ട് താഴെയുള്ള സബ് കോമ്പാക്ട് SUV ആണ് ഇതെന്ന് നമുക്കെല്ലാം അറിയാം. കടുത്ത മത്സരമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. ഇന്ത്യയിൽ വിൽക്കുന്ന മൊത്ത വാഹനങ്ങളിലെ 51%, അതായത് സാധാരണ ജനങ്ങൾ കയ്യിലൊതുങ്ങുന്ന വിലയിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വേണമെന്ന് ആഗ്രഹിക്കുന്ന, സേഫ്റ്റി ഫീച്ചേഴ്സും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മികച്ച ചോയ്സാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ കൈഗർ എന്ന ഈ ഒരു സബ് കോമ്പാക്ട് SUV. കയ്യിലൊതുങ്ങുന്ന വിലയിൽ വാഹനം വേണം, നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി വേണം, കാണാൻ നല്ല ബോൾഡ് സ്റ്റാൻഡ്സ് വേണം, ഇങ്ങനത്തെ കുറേ ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ടാവണം, ഇൻറ്റീരിയർ പ്രീമിയം ആയിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുന്ന രീതിയിലാണ് റെനോ കൈഗർ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെ 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളിൻ്റെ വില തുടങ്ങുന്നത് 6,29,000 രൂപ മുതൽ 9,14,000 രൂപ വരെയാണ്. ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് നമ്മൾ ഇന്ന് ഓടിച്ചത്. ശരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ വില തുടങ്ങുന്നത് 10 ലക്ഷം രൂപ മുതൽ
മുതൽ 11.5 ലക്ഷം രൂപ വരെയുള്ള പ്രൈസിലാണ്. വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സ്, വാഹനത്തിൻ്റെ എജിലിറ്റി, വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി, അതുപോലെ തന്നെ ഇനിഷ്യൽ ടോർക്ക്, ആക്സിലറേഷൻ എത്രത്തോളം ഉണ്ട്, 0 to 100 എങ്ങനെ അച്ചീവ് ചെയ്യാം, അതുപോലെ തന്നെ ഹിൽ ക്ലൈംബിംഗ് എത്രത്തോളം മികച്ചതായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നു, ഇതിൻ്റെ ഒരു ABS, അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം ഇവരെ റെനോ ഇന്ത്യ ഒരുപാട് തവണ നമ്മൾക്ക് ഓരോ ലാപ്പും അനുവദിച്ചു. അപ്പം ഒരുപാട് ഇഷ്ടമായി. ശരിക്കും ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ESP ആണെങ്കിലും ഇതിൻ്റെ ഹിൽ ഹോൾഡ് സംവിധാനങ്ങളാണെങ്കിലും അതേപോലെ തന്നെ എല്ലാം തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. വാഹനം വളരെ കംഫർട്ടബിൾ ആണ്. വാഹനത്തിൻ്റെ ഡൈനാമിക്സിനെ കുറിച്ച് എടുത്തു പറയുന്നു. വാഹനം ഏത് കർവിലൂടെയും നമ്മളൊരു ശരിക്കും നല്ല കർവിയായിട്ടുള്ള കുറേ ഇതിലൂടെ ആംഗിളിലൂടെയൊക്കെ പോയി വാഹനം വളരെ സ്മൂത്താണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ NVH ലെവൽസ് മികച്ചതാണ്. അതിനുവേണ്ട ഇൻസുലേഷൻ ഒക്കെ തന്നെ അവർ ബെറ്ററായി ചെയ്തിട്ടുണ്ട്. അതേപോലെ പറയാനുള്ളത് ടർബോ പെട്രോൾ എഞ്ചിൻ കൂടുതൽ മികച്ചതാക്കിയിട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് മിറർ ബോർ കോട്ടിംഗ് ടെക്നോളജി വന്നിരിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ നമ്മളുടെ ശരിക്കും സ്പോർട്സ് കാറുകളിലൊക്കെ, അതായത് റേസിംഗ് കാറുകളിലാണ് ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നത്. അവർ ഈ വാഹനത്തിൻ്റെ ലോഞ്ചിൽ ശരിക്കും ഒരു റേസറെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം മിറർ ബോർ കോട്ടിംഗ് ടെക്നോളജി കൊണ്ടുവന്നത് കൊണ്ട് തന്നെ നമുക്ക് 0 to 100 അതുപോലെ തന്നെ കൂടുതൽ വെഹിക്കിൾ ഡൈനാമിക്സ് ബെറ്റർ ആക്കാൻ പറ്റി. കൂടുതൽ വേഗത്തിൽ ഇനിഷ്യൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല, വേഗത കൈവരിക്കാൻ പറ്റി. 114 കിലോമീറ്റർ സ്പീഡിലേക്കൊക്കെയാണ് പോയത്. ഇതിൻ്റെ ഒരു ട്രാക്ക് മൊത്തത്തിൽ നനഞ്ഞിരിക്കുകയായിരുന്നു. ശരിക്കും വലിയ സ്പീഡിലേക്ക് പോകാൻ സാധിച്ചില്ല. റേസിംഗ് കാറുകളിൽ കൊണ്ടുവന്നിരിക്കുന്ന മിറർ ബോർ കോട്ടിംഗ് ടെക്നോളജി വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ സിലിണ്ടറിലെ ഫ്രിക്ഷൻ കുറച്ച് ഫ്യൂവൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കും. അതേപോലെ തന്നെ വാഹനത്തിൻ്റെ പവർ മെച്ചപ്പെടുത്തി അതിൻ്റെ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ ആയുസ് വർദ്ധിപ്പിക്കും. ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ടോർക്ക് ടു വെയ്റ്റ് റേഷ്യോ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. സ്വിഫ്റ്റ് ആക്സിലറേഷൻ, അതായത് വളരെ വേഗത്തിലുള്ള ആക്സിലറേഷൻ സാധിക്കാൻ ഈ ഒരു ടെക്നോളജി സഹായിക്കുന്നു. ശരിക്കും ഇതിൽ വാഹനത്തിൽ 3 ട്രാൻസ്മിഷൻ ഓപ്ഷനാണുള്ളത്. 2 എഞ്ചിൻ ഓപ്ഷനിലാണ് വാഹനം എത്തുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഇതിൽ 3 ട്രാൻസ്മിഷൻ ഓപ്ഷൻ ഉണ്ട്. അത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനം, അതാണ് ഇന്ന് എനിക്ക് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് കിട്ടിയത്. മറ്റൊന്ന് കൺവീനിയൻറ്റ് ECR-AM, അതായത് സിറ്റി ഡ്രൈവിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പതിപ്പാണ് അത്. അഡ്വാൻസ്ഡ് എക്സ്ട്രോണിക് CVT ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. സ്പോർട്ടി ആയിട്ടും റിഫൈൻഡ് പെർഫോമൻസ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ട്രാൻസ്മിഷൻ ഓപ്ഷനിലുള്ള വാഹനമായിരിക്കും കൂടുതൽ നല്ലത്. അപ്പം അതിനകത്തേക്ക് CVT പതിപ്പിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഡീപ് സ്റ്റെപ്പ് ടെക്നോളജിയാണ്. അപ്പം സ്ട്രോങ് ആക്സിലറേഷനും ഗിയർ ഷിഫ്റ്റ് കൂടുതൽ സ്മൂത്ത് ആക്കാനും കൂടുതൽ എളുപ്പമാക്കാനും, അതായത് ഇനിഷ്യൽ ആക്സിലറേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, ഗിയർ ഷിഫ്റ്റിംഗ് വളരെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട്, യാതൊരു ലാഗിങ്ങും ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യമാണ്. അതായത് അഡ്വാൻസ്ഡ് എക്സ്ട്രോണിക് CVT പതിപ്പ്, അതായത് ഡി സ്റ്റെപ്പ് ടെക്നോളജി ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ നന്നായിട്ട് ഈ വാഹനം ഓടിക്കാൻ പറ്റും. യാതൊരു വിധമായ ലാഗിങ്ങും ഇല്ല. എല്ലാ അർത്ഥത്തിലും വാഹനം പൂർണ്ണമായിട്ടും ഇഷ്ടമായി എന്നുകൂടി വീണ്ടും എടുത്തു പറയുന്നു. ഐക്യറ്റിൽ റെനോ കൈഗർ ഓടിക്കുമ്പോൾ അതൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. ഓരോ സെഗ്മെൻറ്റിലും ഒരുപാട് ലാപ്പുകൾ വാഹന നിർമ്മാതാക്കൾ നമുക്ക് അനുവദിച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യം. കനത്ത മഴയായിരുന്നു ഡൽഹിയിൽ. ഈ കനത്ത മഴയിലൂടെയാണ് ഈ ട്രാക്ക് എക്സ്പീരിയൻസ് എല്ലാം ചെയ്തത്. എങ്കിലും അനുവദിച്ച എല്ലാ ടെസ്റ്റുകളിലും റെനോ കൈഗർ വളരെ മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു എന്നെടുത്ത് പറയുന്നു. ഓവൽ ട്രാക്കിലൂടെയും സ്പീഡ് ട്രാക്കിലൂടെയും ഹിൽ ട്രാക്കിലൂടെയും ഒക്കെ തന്നെ വാഹനം ഓടിച്ചു. വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിയും പ്രിസിഷനും ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. ശരിക്കും 50-60 കിലോമീറ്റർ സ്പീഡിൽ നിരത്തി വെച്ചിരിക്കുന്ന കോണുകളിലൂടെ ഇടയ്ക്കൂടെ കോണുകളിലൊന്നും തട്ടാതെ തന്നെ വാഹനം കൊണ്ടുപോകണം. വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് പ്രിസിഷൻ എടുത്തു പറയുന്നു. അതുപോലെ തന്നെ ഒരു അവസരത്തിൽ പോലും വാഹനം സ്കിഡ് ചെയ്യുന്നില്ല. അതായത് ESP ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം നന്നായി വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ 0 നിന്ന് 100 കിലോമീറ്റർ എത്ര സെക്കൻഡ് കൊണ്ട് താണ്ടും എന്നുള്ള ആക്സിലറേഷൻ ടെസ്റ്റ് നടത്താൻ പറ്റി. ഈ കനത്ത മഴയിലും ശരിക്കും 13 സെക്കൻഡ് കൊണ്ട് ഈ ഒരു വേഗത കൈവരിക്കാൻ സാധിച്ചു എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. 114 കിലോമീറ്റർ ഉയർന്ന സ്പീഡാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. കനത്ത മഴയായിരുന്നു എന്നുള്ള കാര്യം വീണ്ടും എടുത്തു പറയുന്നു. അപ്പം 3 സ്പീഡുകളിൽ പോലും വാഹനം ശരിക്കും സ്റ്റേബിളാണ്. അതുപോലെ തന്നെ ടയർ നോയ്സോ എൻജിൻ നോയ്സോ ഒന്നും തന്നെ ക്യാബിനിലേക്ക് വരുന്നില്ല. NVH ലെവൽസ് മികച്ചതാണെന്ന് തന്നെ പറയുന്നു. അപ്പം ഓവൽ ട്രാക്കിലൂടെ ഹൈ സ്പീഡ് ഓടിക്കുമ്പോൾ ഇതിൻ്റെ ഹൈ സ്പീഡ് ഡ്യൂറബിലിറ്റി, കമ്പോണൻറ്റ് എൻഡ്യൂറൻസ്, ടയർ പെർഫോമൻസ്, എയറോഡൈനാമിക്സ്, ചേസിസ് സ്റ്റെബിലിറ്റി എന്നിവയെല്ലാം തന്നെ നമുക്ക് ബോധ്യമായി. വളരെ സ്മൂത്തായ സ്റ്റേബിളായുള്ളൊരു റൈഡ്
റൈഡായിരുന്നു ഓവൽ ട്രാക്കിലൂടെ ലഭിച്ചത്. അതേപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 20% ഗ്രേഡിയൻറ്റ് വരെയുള്ള സ്ലോപ്പുകളിലൂടെ റെനോ കൈഗർ ഈസി ആയിട്ട് കയറി ഇറങ്ങി. ഹിൽ ഡിസെൻറ്റ് കൺട്രോളും ഹിൽ അസെൻറ്റ് കൺട്രോളും നന്നായി വർക്ക് ചെയ്തു. ഒരു സമയത്ത് പോലും റോളിംഗ് ബാക്ക് എന്നുള്ളൊരു സംഗതിയെ ഉണ്ടായിട്ടില്ല. ശരിക്കും നനഞ്ഞ പ്രതലത്തിലൂടെ ടെസ്റ്റിംഗ് ട്രാക്കിലൂടെ ആയിട്ട് പോലും റെനോ കൈഗർ ഒരു മിടുക്കനായിട്ടുള്ളൊരു കാറായിട്ട് മിടുക്കനായിട്ടുള്ളൊരു SUV ആയി പെർഫോം ചെയ്തു എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. പുത്തൻ റെനോ കൈഗറിന്റെ ഇന്റീരിയർ ആരെയും ഇംപ്രസ് ചെയ്യും. കൂടുതൽ പ്രീമിയം ഫീച്ചേഴ്സ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഡാഷ്ബോർഡ് ഡിസൈൻ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഡാഷ്ബോർഡ് ഡിസൈൻ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഡ്യുവൽ ടോൺ, അതായത് ഗ്രേയിലും ബ്ലാക്കിലുമാണ് ഇതിന്റെ ഇന്റീരിയർ തീം വരുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രീമിയം ലെതറൈറ്റ് അപ്പോൾസ്ട്രിയിലുള്ള വെന്റിലേറ്റഡ് സീറ്റുകളാണ്. അപ്പോൾ ഇതിന്റെ ഉയർന്ന വേരിയന്റുകളിലേക്ക് വെന്റിലേറ്റഡ് സീറ്റുകൾ വരുന്നു എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. NVH അനുഭവങ്ങൾ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് വാഹന നിർമ്മാതാക്കൾ ഇതിന്റെ ഡാഷ്ബോർഡിലേക്കാണെങ്കിലും ഫ്ലോർ മാറ്റിലേക്കാണെങ്കിലും ഒക്കെ തന്നെയും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഇൻസുലേഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുന്നു. കൂടുതൽ ഡ്രൈവിംഗ് കംഫർട്ട് ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം ട്രാക്കിലൂടെ ഓടിച്ചതിൽ നിന്നും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആണ്. ശരിക്കും നേരത്തെയുള്ള റെനോ കൈഗറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻ ക്യാബിൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധമായിട്ടുള്ള നോയിസോ എഞ്ചിൻ നോയിസോ റോഡിന്റെ അല്ലെങ്കിൽ ടയറിന്റെ നോയിസോ ഇതൊന്നും തന്നെ ഇല്ല. അവർ ശരിക്കും പറഞ്ഞാൽ നോയിസ് ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡിലേക്കാണെങ്കിലും ഫ്ലോറിലേക്കാണെങ്കിലും ഡോറുകളിലേക്കൊക്കെ തന്നെയും കൂടുതലായിട്ടും ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കൂടുതൽ സത്യസന്ധമാണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ക്യാബിനകത്തേക്ക് യാതൊരു വിധമായ നോയിസും വരുന്നില്ല. NVH ലെവൽസ് മികച്ചതാണെന്ന് തന്നെ പറയുന്നു. പിന്നെ നമുക്ക് ഈ സീറ്റ് അപ്പോൾസ്ട്രി നന്നായിട്ട് ഇഷ്ടപ്പെടും. ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ റെനോ കൈഗറിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും നന്നായിട്ട് പറയാനുള്ളത് അവർ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ശരിക്കും യൂട്ടിലിറ്റി സ്പേസ് വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ ബൂട്ട് സ്പേസ് വളരെ നന്നായിട്ട് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ സബ് 4 മീറ്റർ SUV-യിൽ വന്നിട്ടുണ്ട്. 29 ലിറ്റർ ക്യാബിൻ സ്റ്റോറേജ് ഫെസിലിറ്റി ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ 405 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വന്നിരിക്കുന്നത്. 60-40 സ്പ്ലിറ്റും വന്നിട്ടുണ്ട്. ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് കപ്പിൾ ഡിസ്റ്റൻസ് ആണ് റെനോ കൈഗറിന് പറയാനുള്ളത്. ഈ രണ്ട് സീറ്റുകൾക്കിടയിലുള്ള ദൂരത്തിനാണ് അത് പറയുന്നത്. അതായത് 710 mm ആണ് പറയുന്നത്. അതായത് ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയധികം നല്ല ബ്രീതിങ് സ്പേസ് ഉള്ള 710 mm അകലം ഉള്ള മറ്റൊരു വാഹനങ്ങളുമില്ല. അപ്പോൾ നമ്മൾ മുൻനിരയിൽ ഇരിക്കുമ്പോൾ തന്നെയും രണ്ട് പാസഞ്ചേഴ്സ് കോ പാസഞ്ചറും ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ഞാനും തമ്മിൽ യാതൊരു ഇടുക്കവും അതായത് തിങ്ങി ഇരിക്കുന്നു എന്നുള്ളൊരു ഫീലില്ല. അപ്പം ഈ സീറ്റുകളുടെ ഭംഗി നോക്കുക, ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നല്ല സീറ്റിംഗ് കംഫർട്ട് തരുന്നു. അതുപോലെ തന്നെ ഈ അപ്പോൾസ്ട്രിയും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി, ഡിസൈനും ഇഷ്ടമായി. ഇനി ഇതിൻ്റെ രണ്ടാം നിരയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. രണ്ടാം നിരയിൽ അവർ പറയുന്നത് ബെസ്റ്റ് നീ ഡിസ്റ്റൻസ് ഉള്ള വാഹനം, ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണ്. 222 mm ആണ് അത് പറയുന്നത്. എന്തായാലും രണ്ടാം നിരയിലേക്ക് ഒന്ന് ഇരുന്ന് നോക്കാം. വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെട്ടതുപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് റെനോ കൈഗറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാം. ചെറിയ വിലയ്ക്ക് വലിയ കാർ എന്നുള്ള കാര്യം ഞാൻ പണ്ടും പറയുന്നതാണ്. അപ്പോൾ ബെസ്റ്റ് നീ റൂമാണ് ഈ വാഹനത്തിലേക്കുള്ളത്. 222 mm ആണ്. കാലുകൾ നീട്ടി വെച്ച് സുഖമായിട്ടിരിക്കാം. ഇത്രയധികം അകലമുണ്ട്. ഞാൻ വളരെ 5 അടി പൊക്കം മാത്രമുള്ള ഒരാളാണ്. അപ്പം വലിയ നീളമുള്ളവർക്ക് പോലും ഏറ്റവും മികച്ച നീ റൂം നൽകാൻ അവർക്ക് സാധിച്ചു. 222 mm ആണ് ആ ഒരു കണക്ക് പറയുന്നത്. നല്ല ഹെഡ് റൂമും നല്ല നീ റൂമും ഒക്കെ തന്നെയുണ്ട്. 3 പേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന ഒരു സെറ്റപ്പാണ്. ഇവിടെ ഈ സീറ്റുകളുടെ പിന്നിലും കോൺട്രാസ്റ്റ് കളറിലുള്ള മഞ്ഞ കളറിലുള്ള ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പൗച്ചൊക്കെ ഉണ്ട്. ഇവിടെ AC വെന്റുകളുണ്ട്, ചാർജിങ് സ്പോട്ടുണ്ട്. ഇവിടെ ശരിക്കും ഫ്ലാറ്റായിട്ടുള്ള ഒരു ഫ്ലോറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്ലാറ്റ് ശരിക്കും ഈ ഒരു ഫ്ലോർ മാറ്റ് ശരിക്കും ഇതിൻ്റെ ആക്സസറി ആണ്. ഇതിൻ്റെ താഴെയും ശരിക്കും പുത്തൻ ഇൻസുലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് NVH ലെവൽസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നിരയിൽ 2 ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടും സ്ലൈഡിംഗ് ആണ്. 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ഐസോഫിക് സംവിധാനം കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡറായിട്ടും ഹാൻഡ് റെസ്റ്റുമായിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഫോൺ ഇങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുന്നു. എന്തായാലും ഡ്യുവൽ ടോൺ ആംബിയൻസിലുള്ള ഈ ഒരു ഇൻറ്റീരിയർ കംഫർട്ട് എല്ലാവർക്കും ഇഷ്ടമാകും. അത്യാവശ്യം പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു രക്ഷയുമില്ലാത്ത ഡ്രൈവിംഗ് കംഫർട്ടും ഉണ്ട്. 2025 കൈഗർ എത്തിയപ്പോൾ ഇതിനകത്തെ കൂളിംഗ് എഫിഷ്യൻസി കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് പാറ്റേൺസിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. സീറ്റുകളിലെല്ലാം തന്നെയും ഒരു മഞ്ഞ സ്റ്റിച്ച് വന്നിട്ടുണ്ട്. അതിപ്പം സ്റ്റിയറിംഗ് വീലിലേക്കാണെങ്കിലും ഗിയർ നോബിലേക്കാണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു സൗന്ദര്യം
സൗകര്യം നമുക്ക് എടുത്തു കാണാം. ഇൻറ്റീരിയർ എല്ലാവർക്കും ഇഷ്ടമാകും. ശരിക്കും ഇതിൻ്റെ ടർബോ ചാർജ് പെട്രോളിലുള്ള എഞ്ചിൻ്റെ ബേസ് വേരിയൻ്റെ വില 10 ലക്ഷമാണ്. നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളിലുള്ള വാഹനത്തിൻ്റെ വില തുടങ്ങുന്നത് 6,30,000 രൂപയ്ക്കാണ്. ശരിക്കും അട്രാക്റ്റീവ് പ്രൈസാണ്. ഇത്രയും വലിയൊരു വാഹനം, സ്റ്റൈലിഷ് സ്പോർട്ടി ലുക്കിലുള്ള ഒരു വാഹനം ഈ വിലയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. എല്ലാ ഫെസിലിറ്റികളും എല്ലാ ഫീച്ചേഴ്സും അവർ അത്യാവശ്യം എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയൊരു വിലയ്ക്ക് കിട്ടുന്ന ഒരു വാഹനം, ആ വാഹനത്തിൽ ടർബോ ചാർജ് പെട്രോൾ, ബാക്കി വെന്റിലേറ്റഡ് സീറ്റുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ വിലയ്ക്ക് കിട്ടുന്ന ഒരു ഇന്ത്യൻ വാഹനത്തിൽ ഒരു ഇന്ത്യൻ കസ്റ്റമർ ചെറിയ ഒരു സൺറൂഫ് എങ്കിലും ആഗ്രഹിക്കും. അത് എന്തായാലും വാഹന നിർമ്മാതാക്കൾ കൊണ്ടുവന്നിട്ടില്ല. റൂഫ് ലാമ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ശരിക്കും ഹാൻഡ് ഗ്രിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ഹെഡ് റൂം ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. ചെറിയൊരു സൺറൂഫ് പോലും വന്നിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ശരിക്കും വയർലെസ് ചാർജിങ് വന്നിട്ടുണ്ട്, വെന്റിലേറ്റഡ് സീറ്റുകൾ വന്നിട്ടുണ്ട്, 3 ഡ്രൈവ് മോഡ്സ് ഇതിനകത്തേക്കുണ്ട്. സ്പോർട്സ് മോഡുണ്ട്, എക്കോ മോഡുണ്ട്, നോർമൽ മോഡുണ്ട്. സ്പോർട്സ് മോഡിലിട്ടും നോർമൽ മോഡിലിട്ടും എക്കോ മോഡിലും ഒക്കെ തന്നെ ഇട്ടിട്ട് നമ്മൾ ഈ ഐക്യാറ്റ് ട്രാക്കിലൂടെ വാഹനം ഓടിച്ചു. എല്ലാ രീതിയിലും ഇഷ്ടമാകും. കിഡിലൻ കളേഴ്സാണ് ശരിക്കും ഈ വാഹനത്തിലുള്ളത്, അതും ഇഷ്ടമാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിലെ കാര്യങ്ങൾ. കൂടുതൽ വിശദാംശങ്ങൾ മുൻനിരയിലേക്ക് നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് കാര്യങ്ങൾ പറയാനുണ്ട്. മുൻനിരയിലേക്ക് പോകാം. 2025 പുത്തൻ കൈകളിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ സീറ്റ് അപ്പോൾസ്ട്രി മാറി, അതുപോലെ തന്നെ ഡാഷ്ബോർഡ് ഡിസൈൻ മാറി, ഇൻറ്റീരിയർ തീം മാറി. ഇൻറ്റീരിയർ തീം എന്ന് പറഞ്ഞാൽ ഗ്രേയും ബ്ലാക്കും കൂടി കലർന്ന ഒരു ഇൻറ്റീരിയർ തീമാണ് വന്നിരിക്കുന്നത്. മറ്റൊന്ന് NVH ലെവൽസ് ബെറ്റർ ആക്കാൻ വേണ്ടി ഡാഷ്ബോർഡിലേക്കുള്ള ഇൻസുലേഷൻ, ഫ്ലോറിലേക്കുള്ള ഇൻസുലേഷൻ, അതേപോലെ തന്നെ ഹൂഡിലേക്കുള്ള ഇൻസുലേഷൻ അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NVH ലെവൽസിനെ കുറിച്ചിട്ട് നല്ലത് മാത്രം പറയുന്നു. ഇൻ ക്യാബിൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. അപ്പോൾ പ്രീമിയം ഫീലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂളിംഗ് എഫിഷ്യൻസി, അതായത് AC-യുടെ കൂളിംഗ് കൂട്ടിയിട്ടുണ്ട്. അത് പോരാഞ്ഞ് നമ്മളുടെ ഇന്ത്യയിലെ ക്ലൈമറ്റാണ്, കടുത്ത ചൂടും കടുത്ത മഴയൊക്കെയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് വെന്റിലേറ്റഡ് സീറ്റുകളാണ് വരുന്നത്. ഈ സീറ്റ് അപ്പോൾസ്ട്രിയെ കുറിച്ചിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. ടെസ്റ്റ് ഡ്രൈവിനായിട്ട് കിട്ടിയിരിക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലുള്ള വാഹനം, അത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അതിൻ്റെ പ്രീമിയം, അതായത് ഏറ്റവും ഉയർന്ന വേരിയൻറ്റുകളിൽ സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുന്ന 20.32 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ശരിക്കും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം തന്നെയും വന്നിട്ടുണ്ട്. 3D ആർക്കിമീസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഇതിനകത്തേക്ക് വരുന്നത്. 6 സ്പീക്കേഴ്സ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. ശരിക്കും ഡാഷ്ബോർഡ് ഡിസൈൻ മാറി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 2 ഗ്ലൗ ബോക്സ് ആണ് നമുക്ക്, സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. അതായത് 29 ലിറ്റർ ഇൻറ്റീരിയർ സ്റ്റോറേജ് സ്പേസ്, യൂട്ടിലിറ്റി സ്പേസ് നമുക്കുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ട് തന്നെ അവർ പ്രാക്ടിക്കൽ, മോർ ഫങ്ഷണൽ, അതുപോലെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള വാഹനം എന്നൊക്കെ തന്നെയാണ് വാഹന നിർമ്മാതാക്കൾ പറയുന്നത്. അതൊക്കെ സത്യമാണെന്ന് തോന്നും. എന്തായാലും ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പുതിയ ലോഗോ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് എലിമെൻറ്റ് വന്നിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ക്ലാരിറ്റി എല്ലാം പറയുന്നു. റിവേഴ്സ് ക്യാമറയൊക്കെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തു, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് വയർലെസ് ചാർജിങ് സൗകര്യം ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. മറ്റൊന്നൊന്ന് പറയാനുള്ളത്, കോൺട്രാസ്റ്റ് സ്റ്റിച്ചിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെയായിട്ടും വന്നിട്ടുണ്ട്. ഗിയർ നോബ് ക്യൂട്ടാണ്. സെൻട്രൽ കൺസോളിൻ്റെ ഈ ഒരു ഭാഗം മെസ്സിയായി കിടക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളും വാഹന നിർമ്മാതാക്കൾ ചെയ്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ അത്യാവശ്യം യൂട്ടിലിറ്റി സ്പേസ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ സെൻട്രൽ കൺസോളിൻ്റെ ഈ ഭാഗത്ത് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ വരെയും നീണ്ടു കിടക്കുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതിൻ്റെ കീ ആണ്. കീ എന്തായാലും കിഡിലൻ ലുക്കാണെന്ന് തന്നെ പറയാം. ഇത് ഈ വാഹനത്തിൻ്റെ കീ ആണ്. അവരിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനകത്തേക്ക് ഈ ലോഗോയൊക്കെ വരുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള, വളരെ സ്ലിം ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു കീ എന്ന് പറയുന്നത് 2 കീ ആണ്. അവരിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതെന്തായാലും ഞാൻ വേർപെടുത്തുന്നില്ല. ലോഗോ ഇവിടെയായിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള കീ എന്ന് പറയുന്നു. ശരിക്കും ഈ സെൻട്രൽ കൺസോളിൻ്റെ ഈ ഭാഗവും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് ശരിക്കും നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം മെസ്സിയായി കിടക്കാതിരിക്കാൻ നമ്മൾ അത്യാവശ്യം ഈ ഭാഗമാണ് ഏറ്റവും അധികം യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്നും മെസ്സിയായി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന ഒരു സംവിധാനവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളെല്ലാം തന്നെയും ഇതിനകത്തേക്ക് ഇത് ചെയ്തിട്ട് ഇതിനെ ക്ലോസ് ആക്കാം. ഇവിടെ എല്ലാം നീറ്റാണ്. ഗ്ലോസി ബ്ലാക്ക് എലിമെൻറ്റ് ഇവിടെയായിട്ടെല്ലാം വന്നിട്ടുണ്ട്. വയർലെസ് ചാർജിങ് സൗകര്യം വന്നിട്ടുണ്ട്. ചാർജിങ് സോക്കറ്റ് വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയായിട്ടാണ്. AC അറേഞ്ച് ചെയ്യാനുള്ള റോട്ടറി നോബ് ഇവിടെയായിട്ട് വരുന്നു. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റുകളുടെ കാര്യങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് ഇവിടെയായിട്ട് ചെയ്യാം. കൂളിംഗ് സിസ്റ്റം എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ഡ്രൈവ് മോഡാണ് ഇതിനകത്തേക്ക് വരുന്നത്. നോർമൽ വരുന്നു, എക്കോ വരുന്നു, സ്പോർട്സ് മോഡ് വരുന്നു. നമ്മൾ ഇന്ന് ഈ ട്രാക്കിലൂടെ 114 കിലോമീറ്റർ സ്പീഡ് വരെയും പോയി. 0 to 100 ഇവർ
പറയുന്ന കണക്കുകൾ വ്യക്തമാക്കിയിട്ടില്ല. ശരിക്കും ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണെന്ന് പറയുന്നു. സാധാരണ വാഹനങ്ങളുടെ എക്സ് ഷോറൂം പ്രൈസും ഓൺ റോഡ് പ്രൈസും ഒക്കെ സിറ്റിക്കനുസരിച്ചും സംസ്ഥാനങ്ങൾക്കനുസരിച്ചും ഒക്കെ തന്നെ മാറും. പക്ഷേ ഇതൊന്നുമില്ല, ഓൾ ഇന്ത്യ പ്രൈസാണ്. ഒറ്റൊരു പ്രൈസിലാണ് റെനോ കൈഗർ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെസ്റ്റിവൽ ഓഫറാണ്, ഇൻട്രൊഡക്ടറി പ്രൈസാണ്. ഈ ഒരു വിലയ്ക്ക് ഇന്ത്യയിൽ എവിടെയുള്ളവർക്കും ഈ വാഹനം കിട്ടും. അപ്പം നമുക്കെല്ലാം ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായാലും വളരെ അട്രാക്റ്റീവായ പ്രൈസാണെന്ന് വീണ്ടും എടുത്തു പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, കൂടുതൽ എൻഹാൻസ്മെന്റ് വന്നിട്ടുണ്ട്, സേഫ്റ്റി ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, ടെക്നോളജി വന്നിട്ടുണ്ട്. എന്നിട്ടും പ്രൈസിൽ പഴയ കൈഗറിനേക്കാൾ വലിയ മാറ്റങ്ങൾ ഒന്നുമില്ല എന്ന കാര്യം കൂടി എടുത്തു പറയുന്നു. E20യെ കുറിച്ചിട്ട്, എഥനോൾ ബ്ലെൻഡഡ് പെട്രോളിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ വിവാദങ്ങൾ നടന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ട് വരുന്നുണ്ട്. അപ്പം പുത്തൻ കൈഗർ എത്തിയിരിക്കുന്നത് E20 ഫ്യൂവൽ റെഡി ആയിട്ടാണ് കൈഗർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു വിധമായിട്ടുള്ള ആശങ്കയും നിങ്ങൾക്ക് വേണ്ട. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത്, ഈ വാഹനത്തിൽ CNG പതിപ്പ്, കമ്പനി ഫിറ്റഡ് CNG പതിപ്പും റെനോ കൈഗറിൽ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുന്നു. എന്തായാലും എല്ലാ അർത്ഥത്തിലും വാഹനം ഇഷ്ടമായി. മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.